എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. ജർമ്മനിയിലെ ഇവിടെ ഇന്ന് സ്ട്രൈക്കാണ്. നമ്മളിത് നടന്നു പോകുന്ന വഴിയിൽ കണ്ട ഒരു പൂക്കടയാണ്. കുമ്മനിലേക്ക് വരുന്നവര് നേരത്തെ ഇതൊക്കെ അന്വേഷിച്ചിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് കുറച്ച് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇവിടെ വിന്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമ്മറിലാണ് കുറച്ചും കൂടെ ബെറ്റർ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി. നടക്കുന്ന വഴിയിലേക്ക് ഒരു ബെഞ്ചും ഇതുമാതിരി വേസ്റ്റ് ബിന്നും ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ആ കൾച്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് അവർ ഉൾക്കൊണ്ടാണ് ലൈക്ക് ഇവിടെ ഓരോ കെട്ടിടങ്ങളും പണിതേക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് ആവും, കാണാൻ നല്ല രസമായിരിക്കും. എനിക്ക് പേഴ്സണലി എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് തോന്നിയിട്ടുണ്ട്. ബട്ട് അവിടെ പ്രൈസ് കുറച്ചും കൂടെ കൂടുതലാണ്. ആക്ച്വലി ജർമൻസിന് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് അവരുടെ പ്രൈവസി അഫക്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ കോയിൻ ഇട്ടിട്ട് വേണം ആ കാർട്ട് എടുക്കാനായിട്ട്. ഒരു ഫ്രൂട്ടിന്റെ തന്നെ കുറെ വെറൈറ്റീസ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി നമുക്ക് ഫീൽ ചെയ്ത് എടുക്കാം. ഓഫേഴ്സ് കാണിക്കുന്ന ആപ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾക്ക് ഓഫേഴ്സ് ഉണ്ട്. ഇവിടെയും ലൈക്ക് മീനൊക്കെ കിട്ടും. ഫ്രഷ് ആയിട്ടുള്ള ബേക്ക്ഡ് ഗുഡ്സ് ഉണ്ടാവും. എനിക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാട്ടോ. ചോക്ലേറ്റുകളുടെ കമനീയ ശേഖരമാണ്. ഇവിടുത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും നാട്ടിലത്തെ അത്ര സ്ട്രോങ് അല്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. മീഡിയ മാർക്കറ്റ് ഇലക്ട്രോണിക്സിന്റെ വലിയൊരു ഷോപ്പാണ്. ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വീഡിയോ എടുക്കരുത്. ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ആരെയും ബോദർ ചെയ്യാതെ എടുക്കാനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറ്. ഞാൻ ഇവിടെ 2021 വന്നതാണ്. ഞാനൊരു ഏജൻസി വഴിയോ അങ്ങനെയൊന്നും അല്ല വന്നത്. ഒരുപാട് സ്റ്റുഡൻസിനെ അറിയാം ഇവിടെ. ലൈക്ക് അവരും ഏജൻസി വഴിയൊന്നും അല്ലാതെ തന്നെത്താനെ ലൈക്ക് ഇവിടെ അഡ്മിഷനൊക്കെ എടുത്ത് വന്നത്. ഏജൻസിയിലൊക്കെ കൊണ്ട് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെലവിന് ജർമ്മനിയിലേക്കൊക്കെ വരാം. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിലും എന്നെ കൊണ്ടാവും വിധം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.